ഹായ് ഗൈസ്, നല്ല രുചിയിൽ ചിക്കൻ കഴിക്കാൻ വേണം. ഒരുപാട് എണ്ണയിൽ പൊരിച്ചതും വേണ്ട. ഡയറ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും 2 ഉണക്കമുളകും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, ഒന്ന് പൊടിഞ്ഞ് വരുന്ന രീതിയിൽ അരച്ചെടുക്കുക. പിന്നെ ചിക്കൻ ചെറുതാക്കി അരിഞ്ഞതിലേക്ക് ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, 1 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ കുറച്ച് എണ്ണ, വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും കുറച്ച് വേണമെങ്കിൽ ഇതിലും കുറച്ച് ഉപയോഗിക്കാം. കൂട്ടിയെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അടച്ചു വെച്ചും തുറന്നു വെച്ചും വെള്ളമൊക്കെ വറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. കുറച്ച് ടൈമൊക്കെ എടുക്കുന്നൊരു സംഭവമാണ് കേട്ടോ. എന്നാലും നമുക്ക് എണ്ണയൊക്കെ കുറച്ച് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചിക്കൻ കുറച്ച് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എത്ര വേണം അത്രയും നമുക്ക് മൊരിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. പുറമേ നല്ല ഫ്രൈ ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും ആയിരിക്കും നമുക്ക് ഈ ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡിപ്പോ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുക്കി കഴിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ് വെറുതെ തിന്നാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.